ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ വൃത്തിക്കും ഭംഗിക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമവ്യാഴമുള്ള സമയമായതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഈ മാർച്ച് മാസത്തിൽ പൊതുവേ ഈ തൃക്കേട്ട നക്ഷത്രക്കാർ കുടുംബപരമായിട്ടും ധനപരമായിട്ടും വ്യക്തി ജീവിതത്തിലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. എന്നാൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്ക് 6-ാം ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും 5-ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ടെൻഷനും ക്ഷീണാവസ്ഥകളും കാണുന്നത് കൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ ക്ഷീണം വരാതെ അലസത വരാതെ നോക്കണം ഈ മാർച്ച് മാസത്തിൽ. എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ 5-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യം 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കർമ്മതലത്തിൽ സഹായികളുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ തർക്കങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. എന്നാലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസ്സന്തോഷവും എല്ലാം കാണുന്നുണ്ടെങ്കിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും വിശേഷിച്ച് സന്താനഭാവങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകൾ വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ളതായ ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെയും നോക്കണം ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചോളൂ, വളരെ നല്ലതാണ്.